എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള മോഡൽ എക്സാമിന് വേണ്ടിയുള്ള അടിപൊളി ചോദ്യങ്ങളാണ്. നമ്മളങ്ങോട്ട് ക്ലാസ്സുകൾ തരും, നിങ്ങളങ്ങ് പഠിച്ചോണം. പബ്ലിക് എക്സാമിന് വരെ നിങ്ങൾക്കിങ്ങനെ അടിപൊളിയായിട്ടുള്ളത് എക്സാമിനുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് തരും. നിങ്ങൾ മാക്സിമം കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കൊക്കെ തന്ന് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം. നിങ്ങൾക്ക് എക്സാം വരെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കളക്ഷൻ ആയിരിക്കും തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ചെറിയ ഈ ഡേയ്സിന് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട് പ്ലസ് വണ്ണിന് വേണ്ടിയുള്ളത്. വെറും ഇത്രമേ ഉള്ളൂ അതിനുള്ള ഫീ. ഇതൊന്ന് പേ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ് കിട്ടേണ്ട വാട്സപ്പ് നമ്പറും പേരും കൂടി ഇങ്ങോട്ട് അയച്ചു തരിക. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഫുൾ മാർക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്ലസ് ടുവിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് തരാൻ ക്ലാസ്. ഒത്തിരി കുട്ടികൾ നമ്മളടുത്ത് പഠിക്കുന്നുണ്ട്, അതും എൻട്രൻസ് ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രിക്സുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അതിൻ്റെ കൂടെ നോട്ട്സ് തരും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് തരും, പിന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ ബുക്കിലെറ്റും ഫ്രീ ആയിട്ട് അയച്ചു തരും. ഇത്രയും കാര്യങ്ങൾ അതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അടിപൊളിയായിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ വെയർ ഇസഡ് ഈസ് ഈക്വൽ ടു 3 + 4i. അപ്പോൾ നമുക്ക് ആദ്യം നോക്കിക്കേ, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കാരണം 1-2 ഓപ്പറേഷൻസുകൾ അതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഉണ്ടോ, ബാറൊക്കെ ഉണ്ട്, രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനുള്ളിലുണ്ട് അല്ലേ. ഇസഡ് ബാറോട് ഇൻറ്റു ചെയ്താൽ മോഡ് ഇസഡ് സ്ക്വയറിന് ഈക്വലാകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇസഡ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആദ്യം ഇസഡ് ബാറിനെ അങ്ങോട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇസഡ് ബാറിൽ പോകുന്ന ആൾക്കാരുടെ അറിയാമല്ലോ, പോകുന്ന ആളല്ല തിരിച്ചു വരുന്ന സൈൻ മാറും ഇല്ലയോ, അവരുടെയൊക്കെ ചില ഭാവങ്ങൾ മാറും. ഇവിടെയും മോനെ ഭാവം മാറും. ഈ പ്ലസ് മാറി മൈനസ് ആവും, മൈനസ് ആവുന്നവൻ പ്ലസ് ആയിട്ട് വരും. അതാണ് ബാറിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇസഡ് ബാർ ഈക്വൽ 3 - 4i. നെക്സ്റ്റ് എൻ്റെ മോഡുലസ് ഇസഡിനെ കണ്ടുപിടിച്ചേക്കാം. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x² + y², ദറ്റ് ഈസ് ഈ 3യുടെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ. Means real part in the square plus imaginary part in the square, that is root of 3² + 4², 9 + 16 root of 25 is equal to 5. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ 5 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ എല്ലാം ആയില്ലേ. ഇനി അങ്ങോട്ട് അവനെ വേരിഫൈ ചെയ്യാം. ഈ വേരിഫൈ എന്ന് പറയുമ്പോൾ എന്താ ശ്രദ്ധിച്ച് നോക്കണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യണം. രണ്ടിനെയും ചെയ്തിട്ട് ആൻസേഴ്സ് തുല്യമാണോ എന്ന് നോക്കണം. ഇപ്പം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണേ. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ. ഇസഡ് എന്ന് പറഞ്ഞാൽ 3 + 4i, ഇസഡ് ബാർ 3 - 4i. ഇതിപ്പോൾ നമ്മൾ എവിടെയോ കണ്ടു മറന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റി, a + b × a - b² - b², ദറ്റ് ഈസ് 3 + 4i, 3 - 4i, a + b × a - b, ദറ്റ് ഈസ് a², ദറ്റ് ഈസ് 3² - 16i². ഓക്കെ, 3 + 4i, 3 - 4i. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ a ആണ്, a + bയിലെ a ആണ്. അപ്പോൾ 3² - b², 4i the whole square, 16i², that is 9 + 16. ഓക്കെ, പ്ലസ് ഇപ്പോഴേ ഇടേണ്ട, അടുത്ത സ്റ്റെപ്പിലായിക്കോട്ടെ, കുഴപ്പമില്ല, അത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിക്കോട്ടെ. കാരണം i² വാല്യൂ എത്ര, -1. അപ്പം -16 × -1 പ്ലസ്. ഓക്കെ, അപ്പം 9 + 16 ആൻസർ ഈസ് ആരാണ്, 25. അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായി. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഇസഡിന് സ്ക്വയർ. ഓക്കെ, മോഡുലസ് ഇസഡിന് സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ മോഡുലസ് ഇസഡ് 5 ആണ്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ അതുകൊണ്ട് അതും കിട്ടി 25. രണ്ടും ഈക്വലായിട്ട് കിട്ടി. therefore result is simply verified. ക്ലിയർ ആണല്ലോ. രണ്ടാമത് sin 2π/3. sin 2π/3യുടെ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഈ 2π/3 എത്രയാണ് ഡിഗ്രി എന്നുള്ളത് അങ്ങോട്ട് എഴുതണം. അതിനുവേണ്ടി π/3 എത്ര എന്ന് കണ്ടുപിടിക്കാൻ പോലെ, വാട്ട് ഈസ് π/3? 60 ഡിഗ്രി. মানে π/3 60 ആണെങ്കിൽ 2π/3 2 × 60 120. ഓക്കെ, ആൻസർ വരുമ്പോൾ സൈൻ ഓഫ് 120 ഡിഗ്രി. ഈ 120 ഡിഗ്രിയെ നിങ്ങൾ മാറ്റേണ്ടത് എങ്ങനെയാണ്, 180 - 60 ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരിയാക്കി 90 + 30 അപ്ലൈ ചെയ്താൽ പോലെ പറ്റും, പക്ഷേ തെറ്റാൻ ഇത്തിരി സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല. സൈൻ 180 - 60, ഈ 180 ആണ്, ഒന്ന് ചേഞ്ച് ചെയ്തില്ല, സൈൻ ഓഫ് 60 അങ്ങോട്ട് എഴുതാം. ഓക്കെ, സൈൻ 60. അതിന് ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് മോനെ. അതിന് വേണ്ടി 180 - ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോക്കിക്കേ. 180 - ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ ഈസ് പോസിറ്റീവ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. സൈൻ 60യുടെ വാല്യൂ √3/2, ദാറ്റ്സ് ഓൾ. ഓക്കെ ആയി അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് അവൻ കംപ്ലീറ്റ്. നെക്സ്റ്റ് നമുക്ക് വാട്ട് ഈസ് സൈൻ 15 × cos 15. ഇത്തിരി പ്രശ്നകാരിയായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്.
അടിപൊളിയായിട്ടുള്ള പ്രോബ്ലമാണ്, പഠിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിന് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് രണ്ട് ഈ കാര്യം എന്ന് പറയുകയാണ് sin 2x. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് sin 2a എന്നോ sin 2x. എന്തായിരുന്നു sin 2x? എളുപ്പം എന്ന് പറഞ്ഞേ 2 sin x cos x. ഓക്കെ, 2 sin x cos x. അപ്പോൾ തിരിച്ചെന്ന് വായിച്ചാൽ 2 sin x cos x എന്നുള്ളതിനെ നമുക്ക് ഒറ്റ ടേമായിട്ട് എഴുതാം, sin 2x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. sin 15 ഇൻറ്റു cos 15 ഡിഗ്രി. ഓക്കെ, നമ്മുടെ എൻട്രൻസിനൊക്കെ നമ്മുടെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻട്രൻസ് ക്ലാസ്സും +2 ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫീസിന് നല്ലൊരു കൺസെഷനും കിട്ടും. ഓക്കെ, ഏറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡ്സിൽ കൂടെ നല്ല അടിപൊളി ചോദ്യങ്ങളെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ sin 15 ഇൻറ്റു cos 15 എന്താണിത്? sin x ഇൻറ്റു cos x പോലെ ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ 2 sin x cos x എന്നുള്ളതിന് നമുക്ക് സിംഗിൾ ആക്കാം. 2 ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്ട് ഇവിടെ 2 കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു sin 15 ഇൻറ്റു cos 15. ഓക്കെ, അങ്ങനെ 2 ഒരു എക്സ്ട്രാ കൊടുത്താൽ ബാലൻസ് ചെയ്യാൻ ആരെ കൊടുക്കണം മോനെ? 1/2. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു 2. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം 1/2 2 ഒക്കെ എന്തിന് ഞാൻ അവിടെ എഴുതി? എന്തിനാണ് എഴുതിയത്? ഈ sin x-നും cos x-നും മുമ്പായിട്ട് ഒരു 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് sin 2 ടൈംസ് 2 ഇൻറ്റു x എന്ന് എഴുതാം. ഇവിടെ 2 ഇല്ലായിരുന്നു, അതിന് ഞാൻ ഇപ്പോൾ 2 കൊടുത്തു, ബാലൻസ് ചെയ്യാൻ 1/2 കൊടുത്തു. അപ്പോൾ ഇത്രയിനെ നമുക്ക് എന്താണ് എഴുതുന്നത് നോക്കിക്കേ. 2 sin x cos x പോലെ 2 sin x cos x പോലെ അതിനെ sin 2 ടൈംസ് ഓഫ് x എന്ന് എഴുതുമ്പോൾ sin 2 ഇൻറ്റു 15. x എന്ന് പറഞ്ഞാൽ ഇവിടെ 15 ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു സൈൻ ഓഫ് ആരായി 30. അയ്യോ, ഇപ്പം നമുക്കറിയാം വാട്ട് ഈസ് sin 30? 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എഴുതുമ്പോൾ 1/2 ഇൻറ്റു sin 30 ഈസ് 1/2. ഫൈനൽ ആൻസർ ഈസ് 1/4. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ചോദ്യമാണ്. ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. നല്ല രസകരമായിട്ടും ഏറ്റവും സിമ്പിൾ മെത്തേഡ്സിലാണ് പഠിക്കേണ്ടത്. ഇച്ചിരി ടഫാണെങ്കിലും നമ്മൾ പഠിച്ചത് അറിയത്തേയില്ല സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണം. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്ലാസ് ഇനി ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.